എല്ലാവർക്കും നമസ്കാരം. KS മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. കുറച്ച് പേർക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തവർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട്, KS വരാൻ സാധ്യതയുണ്ട്. സോ ഇനി വേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ KSൻ്റെ സിലബസ് നോക്കുമ്പോഴൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അല്ലേ? പലർക്കും കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അഥവാ പാനിപ്പട്ട് യുദ്ധങ്ങളെന്ന് പറയുന്നത്. പാനിപ്പട്ട് യുദ്ധങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് നിങ്ങൾ കാടുകയറി പഠിക്കേണ്ട ആവശ്യമില്ല. PYQസിൻ്റെയും സിലബസിൻ്റെയും ബേസിസിൽ മാത്രം ആവശ്യമുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാനിപ്പട്ട് യുദ്ധത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ വർഷം, ആരൊക്കെ തമ്മിലായിരുന്നു, എന്ത് കാരണം കൊണ്ടുണ്ടായി, അതിൻ്റെ ഔട്ട്കം എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് എൻ്റെ മുന്നിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കേ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് നടന്നു എന്നുള്ളതാണ് ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കണ്ടോ, വർഷമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മാത്സ് ഫോളോയിങ്, അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൻ്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. സോ വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പാനിപ്പട്ടിനെ കുറിച്ച് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് വർഷം. പിന്നെ നമുക്ക് പാനിപ്പട്ട് യുദ്ധങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് പാനിപ്പട്ട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഹരിയാനയിലാണ് പാനിപ്പട്ടുള്ളത്. അപ്പോൾ ഈ പാനിപ്പട്ട് എന്തുകൊണ്ട് ഇത്രയും യുദ്ധങ്ങൾക്കുള്ള ഒരു വേദിയായിട്ട് മാറി, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ലൊക്കേഷനാണ്. പാനിപ്പട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആർമിയെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ട് എന്ന് പറയുന്നത് ടെറൈനാണ്, വളരെ വിശാലമായൊരു ടെറൈനാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബാറ്റിലാണ്, ആ ബാറ്റിൽ അവിടെ നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. മൂന്നെന്ന് പറയുന്നത് സപ്ലൈ ലൈൻസ് ആണ്. ഈ പാനിപ്പട്ടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഫെർട്ടൈൽ ലാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഫുഡും ഒക്കെ എത്തിക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കുന്നുമുണ്ട്. സോ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പാനിപ്പട്ട് ഇത്രയും വലിയ യുദ്ധങ്ങൾക്കുള്ള വേദിയായിട്ട് മാറാനായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തെ പറ്റി ചർച്ച ചെയ്യാം. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് 1526 ആണ്. 1526 ആരൊക്കെ തമ്മിലായിരുന്നു? ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും അതുപോലെ കാബുളിലെ രാജാവായിരുന്ന ബാബറും തമ്മിലായിരുന്നു ഈ യുദ്ധം നടന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? അന്ന് ഇബ്രാഹിം ലോധിയുടെ ഭരണത്തിൽ കുറച്ച് പേർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ദൗലത് ഖാൻ ലോധി. ഈ ദൗലത് ഖാൻ ലോധി എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയുടെ അണ്ടറിലുണ്ടായിരുന്ന ഒരു ഗവർണറായിരുന്നു. അപ്പോൾ ഇയാൾക്ക് എങ്ങനെ ഇബ്രാഹിം ലോധിയെ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ട് അയാൾ വളരെ ശക്തനായിട്ടുള്ള മറ്റൊരാളെ കൊണ്ടുവന്നു. അതാണ് ബാബർ. അന്ന് കാബൂളിൽ ഭരിച്ചിരുന്ന ബാബറിനെ അയാൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ബാബറിനെ പറ്റി പറയുകയാണെങ്കിൽ ബാബറിൻ്റെ ഒരു ഫാദറിൻ്റെ സൈഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ വംശം എന്ന് പറയുന്നത് ടിമുറിൻ്റെ വംശമാണ്. ടിമുർ ആരാ? ഒരു നമ്മുടെ ലോകത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കീഴടക്കിയിട്ടുള്ള ഒരു ടർക്കിഷ് ഭരണാധികാരിയാണ് ടിമുർ. അപ്പോൾ അതുപോലെ അമ്മയുടെ വംശം എന്ന് പറയുന്നത് മംഗോളിലെ ചെങ്കിസ് ഖാൻ്റെ വംശമാണ്. അപ്പോൾ ഈ രണ്ട് പേരും കൂടെ ചേരുമ്പോൾ ബാബർ ഒരിക്കലും ഒരു ചില്ലറക്കാരനായിരിക്കില്ല. അപ്പോൾ ബാബർ ദൗലത് ഖാൻ ലോധിയുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഇന്ത്യയിലേക്ക് വരികയാണ് ഇബ്രാഹിം ലോധിയായിട്ട് യുദ്ധം ചെയ്യണം. ഈ ബാബർ വരുന്നത് ഒരു വലിയ സൈന്യത്തെ കൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു 15,000 പേരടങ്ങുന്ന ഒരു വളരെ കുഞ്ഞ് സൈന്യമായിരുന്നു. അതിൻ്റെ എത്രയോ ഇരട്ടി സൈന്യം ആർക്കുണ്ടായിരുന്നു? ഇബ്രാഹിം ലോധിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും ഇബ്രാഹിം ലോധി ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നുണ്ട്. അതിന് കാരണം ബാബറിൻ്റെ യുദ്ധ തന്ത്രമാണ്. അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ബാബറിൻ്റെ ടാക്ടിക്സ് ആണ്. ബാബർ 2 യുദ്ധതന്ത്രങ്ങളാണ് ഇവിടെ പ്രയോഗിച്ചത്. ഒന്ന് തുളുഗാമയും, 2 അറബയും. അപ്പോൾ എന്താണ് തുളുഗാമ? തുളുഗാമ എന്ന് പറയുന്നത് നമ്മൾ ബാഹുബലി എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതിലൊരു യുദ്ധതന്ത്രത്തെ പറ്റി പറയുന്നത് ത്രിശൂല വിയോഗം. അതുപോലെ തന്നെ ഒരു യുദ്ധതന്ത്രമാണ് തുളുഗാമ. നിങ്ങൾ നോക്കിയേ, ഈ ഫിഗറിൽ ആർമിയെ സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്തതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ ഇബ്രാഹിം ലോധിയുടെ ആർമിയെ വളയാനായിട്ട് സാധിക്കും. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വന്നിട്ട് വളയാൻ സാധിക്കും. ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരാണ് തുളുഗാമ എന്ന് പറയുന്നത്. അറബ എന്ന് പറയുന്നത് അന്ന് ഇബ്രാഹിം ലോധി സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധ ഉപകരണമായിട്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് വന്നത്. അതാണ് വെടിമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ വർക്ക് ചെയ്യുന്ന പീരങ്കികൾ. അപ്പോൾ ഈ പീരങ്കികളുടെ പ്രൊട്ടക്ഷനായിട്ട് ഫ്രണ്ടിൽ കാർട്ടുകൾ നിരത്തിയിട്ടുണ്ട്, അതായത് കാളവണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും, അവർക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റും. സോ ഈ ഒരു മെത്തേഡ് പറയുന്ന പേരാണ് അറബ മെത്തേഡ്. സോ ഈ 2 സ്ട്രാറ്റജിയും വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ബാബർ ലോധിയെ പരാജയപ്പെടുത്തുന്നത്.
ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താണ്? നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സാമ്രാജ്യമായിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിന് തറക്കല്ലിട്ടു. 2, ഇബ്രാഹിം ലോധി ആ യുദ്ധകളത്തിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്കം. അടുത്തത് രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1556. അതായത് ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? അക്ബറും ഹെമുവുമാണ് നടക്കുന്നത്. മുഗൾ രാജാവായിട്ടുള്ള അക്ബറും അതുപോലെ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്ന് പറയുന്ന ഹെമുവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇനി യുദ്ധം നടക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കേ, 1540 ഹുമയൂൺ ആയിരുന്നു ഭരിച്ചിട്ടുണ്ടിരുന്നത്. ആ ഹുമയൂണിനെ ബാറ്റിൽ ഓഫ് ചൗസ വഴി ആര് പുറത്താക്കുന്നുണ്ട്? ഷേർഷാ സൂരി പുറത്താക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സുർ ഡൈനാസ്റ്റി അഥവാ സുർ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഷേർഷാ സൂരിക്ക് ശേഷം അവിടേക്ക് വന്നത് അല്ലെങ്കിൽ സ്ഥാനാരോഹിതനാവുന്നത് ഇസ്ലാം ഷാ സൂരിയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ. ഇസ്ലാം ഷാ സൂരിയുടെ മരണശേഷം ഈ സുർ ഡൈനാസ്റ്റി ഒരു ഇൻസ്റ്റബിളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇനി ആര് ഭരിക്കണം എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു അവസരം മുതലാക്കി ആര് അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്? ഹുമയൂൺ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഹുമയൂൺ നമ്മുടെ ആഗ്ര, ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചടക്കുന്നുണ്ട്. അതിനുശേഷം അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ആദിൽ ഷാ. ആദിൽ ഷാ ഈ ഇസ്ലാം ഷാ സൂരിയുടെ മകനെ കൊന്നിട്ടാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഈ ആദിൽ ഷായ്ക്ക് അധികാരത്തിലോ അല്ലെങ്കിൽ ഭരണത്തിലോ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ആളൊരു സുഖലോലുപതയിലൊക്കെ ലയിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ സുർ ഡൈനാസ്റ്റിയുടെ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അസോസിയേറ്റിനെ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു ഹിന്ദു റൂളറായിരുന്നു ആര്? നമ്മുടെ ഹെമു അഥവാ ഹേമചന്ദ്ര വിക്രമാദിത്യ. അപ്പോൾ ഈ ആദിൽ ഷായ്ക്ക് പണിയെടുക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഹെമുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഹെമു ആണ് ആദിൽ ഷായ്ക്ക് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇവിടെ വെച്ചിട്ട് 1556 പടിക്കെട്ടിൽ നിന്ന് വീണ് ഹുമയൂൺ എന്ത് ചെയ്യുന്നു? തട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹുമയൂൺ മരിച്ച ഒരവസരം തിരിച്ച് അധികാരം പിടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കണ്ടുകൊണ്ട് ഹെമു എന്ത് ചെയ്തു? മുഗളിനെ അറ്റാക്ക് ചെയ്യാണ്. അതാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അക്ബർ എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞ് വ്യക്തിയാണ്. രാജ്യകാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത അക്ബറിനായിട്ടില്ല. അപ്പോൾ അക്ബറിനെ സഹായിക്കാനായിട്ട് ബൈറം ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. ഈ ബൈറം ഖാൻ എന്ന് പറയുന്ന അക്ബറിൻ്റെ ഗാർഡിയനാണ്, മെൻറ്ററാണ്, എല്ലാം കൂടെ ഒരു പ്രൊട്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബൈറം ഖാൻ. അതുപോലെ പട നയിച്ചിരുന്നത് അലി ഖൂലി ഖാൻ ഷൈബാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഈ 2 പേരുകൾ ഓർത്ത് വയ്ക്കുക, ബൈറം ഖാനും അലി ഖൂലി ഖാൻ ഷൈബാനി. അപ്പോൾ ഈ 2 വ്യക്തികളാണ്. അപ്പോൾ അക്ബർ ഡയറക്റ്റായിട്ട് യുദ്ധത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെമു എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹെമു യുദ്ധ നൈപുണ്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പങ്കെടുത്ത യുദ്ധങ്ങളിൽ ഭൂരിഭാഗവും ഹെമു വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് ഹെമുവിന്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. മുഗൾ സൈന്യം വളരെ ഒരു ഭീതിയോടുകൂടി നോക്കിക്കണ്ട ഒരു മുന്നേറ്റമായിരുന്നു അത്. പക്ഷേ നിർഭാഗ്യം ഹെമുവിനെ തകർത്ത് കളയാണ് ചെയ്തത്. അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തറച്ച് അദ്ദേഹം യുദ്ധകളത്തിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാലകേ പടയെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ. കാലകേൻ്റെ തലവനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പട എന്ത് ചെയ്യും? ചെതറിയോടും. അതേ അവസ്ഥ തന്നെയായിരുന്നു ഹെമുവിൻ്റെ പടയും. തൻ്റെ തലവൻ വീണു എന്ന കാഴ്ച കണ്ടപ്പോൾ പടയാളികൾ എന്ത് ചെയ്തു? യുദ്ധവീര്യം ചോർന്ന് അവർ ചെതറിയോടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഭാഗ്യം കൊണ്ട് മുഗൾ രാജവംശം ജയിച്ച ഒരു യുദ്ധമാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ യുദ്ധശേഷം ഹെമുവിനെ അവർ കണ്ടെത്തുകയും തല വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെമു ഈ യുദ്ധത്തിൽ മരണപ്പെടുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. മൂന്നാം പാനിപ്പട്ട് യുദ്ധം കുറേ കാലം കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നടക്കുന്നത് 1761 ആരൊക്കെ തമ്മിലാണ്? അഹമ്മദ് ഷാ അബ്ദാലിയും അതുപോലെ മറാഠാസുമാണ്. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസമുണ്ട്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അത് അഹമ്മദ് ഷാ അബ്ദാലിയും മറാഠാസുമാണ്, മുഗൾ ആയിട്ട് അല്ല. ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഔറംഗസേബിൻ്റെ മരണശേഷം, ഔറംഗസേബ് എപ്പോഴാണ് മരിക്കുന്നത്? 1707 മരിക്കുന്നത്. ഔറംഗസേബിൻ്റെ മരണശേഷം അവിടെ ഇന്ത്യയിൽ വളരെയധികം ശക്തി പ്രാപിക്കുന്ന ഒരു രാജവംശമാണ് മറാഠാസ്. അപ്പോൾ ഈ മറാഠാസ് സൗത്ത് ഇന്ത്യ മാത്രമല്ല, പതുക്കെ പതുക്കെ നോർത്ത് കയറി ഡൽഹി വരെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അപ്പോൾ ഇത് പലരും ഭീതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അഹമ്മദ് ഷാ അബ്ദാലിക്ക് മറാഠാസിനോട് ദേഷ്യം തോന്നാൻ കാര്യം? അഹമ്മദ് ഷാ അബ്ദാലി ദുറാനി എംപയറിൻ്റെ റൂളറാണ്. ദുറാനി എന്ന് പറയുന്ന ഒരു അഫ്ഗാൻ എംപയർ ആണ്. അവിടുത്തെ റൂളറാണ് അഹമ്മദ് ഷാ അബ്ദാലി. അദ്ദേഹം ഇടയ്ക്ക് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ, അദ്ദേഹത്തിൻ്റെ പേര് ടിമുർ ഷാ എന്നാണ്, മകനെ എന്ത് ചെയ്തു? അവിടുത്തെ അധികാരം ഏൽപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. ഈ മറാഠാസ് എന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ ഈ മകനെ പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ മൊത്തം പിടിച്ചെടുത്തു. അഹമ്മദ് ഷാ അബ്ദാലി വെറുതെ ഇരിക്കോ? ഇല്ല. അപ്പോൾ അദ്ദേഹം മറാഠാസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാണ്.
അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തുണ്ട്, മറാഠാസിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയിട്ട് അഹമ്മദ് ഷാ അബ്ദാലി എന്ത് ചെയ്തു, മറാഠാസിനെ അറ്റാക്ക് ചെയ്യണം. അതാണ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അലയൻസ്, ആരൊക്കെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അഹമ്മദ് ഷാ അബ്ദാലി മറാഠാസിനെ അറ്റാക്ക് ചെയ്യാണ്. അഹമ്മദ് ഷാ അബ്ദാലിയുടെ കൂടെ നിന്ന ഇന്ത്യയിലുള്ള റൂളേഴ്സാണ് ഷുജാ ഉദ് ദൗള, അത് അവധിലെ നവാബായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാൻ റോഹില്ലാസ്, ഗാൻജറ്റിക് ഡോബിൽ ഉള്ള അഫ്ഗാൻ റോഹില്ലാസ്, ഇവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ആർക്കുണ്ടായിരുന്നു, അഹമ്മദ് ഷാ അബ്ദാലിക്ക് ഉണ്ടായിരുന്നു. താഴെ മറാഠാസിൽ കമാൻഡറായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ് സദാശിവ റാവു ബാവു. സദാശിവ റാവു ബാവു ആണ് അഹമ്മദ് ഷാ അബ്ദാലിക്കെതിരെ യുദ്ധം നയിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ നമുക്കൊരു പ്രശ്നം തോന്നില്ലേ? ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ കിടക്കുന്ന പാനിപ്പട്ടിലേക്ക് എത്താനായിട്ട് മറാഠാസ്, അതായത് പൂനെയിലുള്ള മറാഠാസിന് എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം, ഇത് തന്നെ അവരുടെ തോൽവിക്ക് വലിയൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇനി തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൻ്റെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് സദാശിവ റാവു ബാവു അതുപോലെ പേഷ്വയുടെ സണ്ണായിട്ടുള്ള വിശ്വാസ് റാവുവും എന്ത് ചെയ്തു, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ രണ്ടാമത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ദുറാനി, അഫ്ഗാൻ റൂളറായിട്ടുള്ള ദുറാനി എന്ത് ചെയ്തു, ഇവിടെ നിൽക്കാനായിട്ടുള്ള പുള്ളി ഉദ്ദേശിച്ചത്, പുള്ളി ഇവിടെ നിന്നൊക്കെ പിടിച്ചെടുത്ത് മറാഠാസിനുള്ള ദേഷ്യമൊക്കെ തീർത്ത് തിരിച്ചു പോയി. പോകുന്ന സമയത്ത് ഷാ ആലം ടൂവിനെ ഇവിടുത്തെ മുഗൾ എംപറായിട്ട് വെച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്, തിരിച്ചു പോയത്. മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യ കണ്ടിട്ടുള്ള മറ്റൊരു വലിയ സാമ്രാജ്യമായിട്ടുള്ള മറാഠാസിൻ്റെ പതനത്തിലേക്ക് നയിച്ച ഒരു ബാറ്റിൽ കൂടെയായിരുന്നു എന്ത്, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. സോ ഇത്രയുമാണ് പാനിപ്പട്ട് യുദ്ധങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ പാനിപ്പട്ട് യുദ്ധത്തെപ്പറ്റി പഠിക്കാനായിട്ട് ഇനി മറ്റൊരു സോഴ്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിലൂടെയും പ്രോപ്പർ ഗൈഡൻസിലൂടെയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ കൈവരിക്കാനായിട്ട് കേസ് മെന്ററിലൂടെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5-ൽ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി എന്ന ഒരു ചരിത്ര വിജയത്തിലേക്ക് എത്താനായിട്ട് കേസ് മെന്ററിന് കഴിഞ്ഞത്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്